ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 21 ഡേയ്സിൻ്റെ ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ 2021 കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ പോയിന്റ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന പാലക്കാട് ജില്ലയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് പഠന ലിഖന അഭിയാൻ. സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന പാലക്കാട് ജില്ലയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാക്ഷരതാ പദ്ധതി ഏതാണ്? പഠന ലിഖന അഭിയാൻ. പാലക്കാടാണ്, പാവച്ചിട്ട് തന്നെ പഠന ലിഖന അഭിയാൻ. 2021 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് TS സുരേഷ് ബാബു ആണ്. ഓക്കെ, അപ്പൊ 2021 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് TS സുരേഷ് ബാബു. പ്രേം നസീറിന്റെ ഒരു പണ്ടത്തെ സിനിമയില്ലേ, ഈ ബാബുമോൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. TS സുരേഷ് ബാബു. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള മാസ് വാക്സിനേഷൻ ഡ്രൈവ് ഏതാണ്? ക്രഷിംഗ് ദി കർവ് ആണ് കേട്ടോ. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള മാസ് വാക്സിനേഷൻ ഡ്രൈവ് ഏതാണ്? ക്രഷിംഗ് ദി കർവ്. അടുത്ത പോയിന്റ് നോക്കാം. കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാര ജേതാവ് G പ്രിയദർശൻ ആണ്. അപ്പം കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് വീണപൂവ് ശതാബ്ദി പുരസ്കാര ജേതാവ് G പ്രിയദർശൻ. അപ്പൊ നമ്മുടെ വീണിട്ടുള്ള പൂവ് നമുക്ക് ഭയങ്കര പ്രിയമുള്ള ഒരു പൂവായിരുന്നു കേട്ടോ. G പ്രിയദർശൻ. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? മൈ ഫസ്റ്റ് ട്രിപ്പ് 21. ഏതാണ്? മൈ ഫസ്റ്റ് ട്രിപ്പ് 21. ഇന്ത്യയിലാദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ സ്ഥാപിതമായിട്ടുള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. ഇന്ത്യയിലാദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ സ്ഥാപിതമായിട്ടുള്ള എവിടെയാണ്? ബാംഗ്ലൂർ. അടുത്ത പോയിന്റ്, എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം രാജസ്ഥാൻ. ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മഹത്തായിട്ടുള്ള രാഷ്ട്രം തന്നെ മഹാരാഷ്ട്ര, രണ്ടാമത്തെ രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ഏപ്രിൽ മുതൽ സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള സംസ്ഥാനം പഞ്ചാബാണ്. ഓക്കെ, അപ്പൊ 2021 ഏപ്രിൽ മുതൽ സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള സംസ്ഥാനം പഞ്ചാബ്. ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ട് നിയമിതയായിട്ടുള്ളത് സാമിയ സുലുഹു ഹസൻ. ആരാണ്? സുലുഹു ഹസൻ. സാമിയ പുറത്തു വെക്കാട്ടോ. സാമിയ സുലുഹു ഹസൻ. ലോകത്തിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് COVID-19 വാക്സിൻ വികസിപ്പിച്ചിട്ടുള്ള രാജ്യം റഷ്യയാണ്. ഓക്കെ, ലോകത്തിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് COVID-19 വാക്സിൻ വികസിപ്പിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഏത് ജീവിയാണ് നക്കാഡുബ സിംഹാല രാമസ്വാമി സദാശിവം എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്? ചിത്രശലഭമാണ് കേട്ടോ. ചിത്രശലഭമൊക്കെ അങ്ങനെ നക്കിയൊക്കെ തേൻ കുടിക്കില്ലേ, അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. നക്കാഡുബ സിംഹാല രാമസ്വാമി സദാശിവൻ. അടുത്ത പോയിന്റ്, 2021 ഇന്ത്യയിൽ മെഗാ ഫുഡ് പാർക്ക് ആൻഡ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ള രാജ്യം ഫുഡ് പാർക്കും അതുപോലെ തന്നെ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആണ് കേട്ടോ. ആരംഭിച്ചിട്ടുള്ള രാജ്യം ഇറ്റലി. അപ്പൊ ഫുഡിന്റെ പേര് വെച്ചിട്ടുള്ള ഒരു രാജ്യം തന്നെ, ഇഡലി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇറ്റലി കേട്ടോ. ലോകത്തിലെ 10ാമത്തെ ഉയർന്ന കൊടുമുടിയായിട്ടുള്ള മൗണ്ട് അന്നപൂർണ കീഴടക്കിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരി പ്രിയങ്ക മോഹിതയാണ്. ഓക്കെ, അപ്പൊ അന്നപൂർണ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ അന്നപൂർണ, അത് നമുക്ക് ഭയങ്കര പ്രിയമാണെന്നൊക്കെ കണക്ട് ചെയ്യാം. പ്രിയങ്ക മോഹിത. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയിട്ടുള്ള രാജ്യം നോർത്ത് കൊറിയ ആണ്. ഓക്കെ, അപ്പൊ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയിട്ടുള്ള രാജ്യമാണ് നോർത്ത് കൊറിയ. അപ്പൊ നോ എന്ന് പറഞ്ഞു കേട്ടോ, നോർത്ത് കൊറിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മീ ആൻഡ് മാ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദിവ്യദത്തയാണ് കേട്ടോ. മീ ആൻഡ് മാ, അപ്പൊ ഞാനും അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദിവ്യമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലേ. അപ്പൊ ദിവ്യദത്ത എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. മീ ആൻഡ് മാ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദിവ്യദത്ത. ലോകത്തിലെ ആദ്യ ഷിപ്പ് ടണൽ നിലവിൽ വരുന്ന രാജ്യം നോർവേ ആണ്. ലോകത്തിലെ ആദ്യ ഷിപ്പ് ടണൽ. അപ്പൊ ഷിപ്പ് ടണലൊക്കെ വരികയാണെങ്കിൽ അവിടെ വഴിയില്ലാത്തതുകൊണ്ടൊക്കെയല്ലേ ഈ ടണൽ വരണേ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പം വഴിയില്ല കേട്ടോ, നോ വേ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. നോർവേ ആണ്, നോർവേ. 2021 മാർച്ചിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ക്ഷയരോഗ മുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് കേട്ടോ. 2021 മാർച്ചിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ക്ഷയരോഗ മുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാകുന്നതിനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ള നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാട്ടാക്കടയാണ്. ഓക്കെ, കാട്ടാക്കട. സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങളൊക്കെയാണ് അല്ലെ, കാലാവസ്ഥ. അപ്പൊ നമുക്ക് ഈ കാലാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാട്ടാനാണെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കാട്ടാക്കടയാണ്. കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാകാനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ള നിയോജക മണ്ഡലം കാട്ടാക്കട. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ 2021-2022 ഇന്ത്യൻ വുമൻസ് ലീഗ് എഡിഷൻ വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷ.
2021 ഫെബ്രുവരിയിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ളത് തരുൺ ബജാജ് ആണ്. ഓക്കെ, അപ്പൊ റവന്യൂ ആണ്. റവന്യൂ തരൂ എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ തരുൺ ബജാജ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 25ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25. 25ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയതാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25. 25ാമത്തെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, വേർഷൻ 5.25 അതിനകത്തൊരു 25 ഒക്കെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് വിജയ് സാംപ്ലയാണ്. ഓക്കെ, പട്ടികജാതി വിജയിക്കട്ടെ എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, വിജയ് സാംപ്ല. അടുത്ത ചോദ്യം നോക്കാം. 2021 ഫെബ്രുവരിയിൽ സമഗ്ര പാലിയേറ്റീവ് വയോജന പരിപാലനത്തിന് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അരികെ. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിപാലനത്തിന്, അല്ല വയസ്സായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പരിപാലനത്തിന് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? അരികെ. വയസ്സായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം അരികെ ആരെങ്കിലൊക്കെ ഉണ്ടാവണം, അരികെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 മാർച്ചിൽ നടന്നിട്ടുള്ള സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ജേതാവ് കരോളിന മാരിൻ ആണ് കേട്ടോ. 2021 2022 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് PV സിന്ധു അല്ലെ. സ്വിസ് ഓപ്പൺ എന്ന് പറയുമ്പോൾ S വെച്ചിട്ട് തന്നെ PV സിന്ധു സാ വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. 2021 കരോളിന മാരിൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ കാലം ലോക 1-ാം നമ്പർ പദവിയിൽ തുടർന്ന താരത്തിനുള്ള റെക്കോർഡ് നേടിയിട്ടുള്ള താരം ആരാ? നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ. നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പോളിസി ആവിഷ്കരിച്ചിട്ടുള്ള സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എഞ്ചിനീയറിംഗിൽ റിസർച്ചും അതുപോലെ തന്നെ ഡെവലപ്മെന്റും ഒക്കെ നടത്തി കഴിയുമ്പോൾ നമ്മൾ കണ്ണൊക്കെ ഒരുപാട് യൂസ് ചെയ്യും അല്ലെ. റിസർച്ച് ഒക്കെ നടത്തല്ലേ, അങ്ങനെ നമ്മൾ കണ്ണടയൊക്കെ വെക്കേണ്ടി വരുന്ന ഓർത്ത് വെക്കുക കേട്ടോ. കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2020-2021 ജേതാക്കള് മുംബൈ സിറ്റി FC ആണ് കേട്ടോ. മുംബൈ സിറ്റി FC 2021-22 ഹൈദരാബാദ് FC ആണ്. ഓക്കെ, സ്പോർട്സിന്റെ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് 2021 ജേതാക്കള് മുംബൈ ആണ്. 2022 ഹിമാചൽ പ്രദേശ്. ഓക്കെ, 2022 ഹിമാചൽ പ്രദേശും 2021 ഏതാണ്? മുംബൈ ആണ്. വിജയ് ഹസാരെ ട്രോഫി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 7000 റൺസ് തികയ്ക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? മിതാലി രാജ് ആണ് കേട്ടോ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 7000 റൺസ് തികയ്ക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ ഫെൻസിംഗ് താരം ചോദിക്കുകയാണെങ്കിൽ ഭവാനി ദേവിയാണ്. വേണമെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരാം. ഭവാനി ദേവി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഫെൻസിംഗ് ആണ് കേട്ടോ. അപ്പൊ ദേവിയുടെ കയ്യിൽ ഇങ്ങനെ കുന്തൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ നമുക്ക് ഫെൻസിംഗ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഭവാനി ദേവി ഫെൻസിംഗ് ആണ്. അടുത്തത്. ലോകാരോഗ്യ സംഘടന മലമ്പനി മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആദ്യ സെൻട്രൽ അമേരിക്കൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ എൽ സാൽവഡോർ ആണ് കേട്ടോ. എൽ സാൽവഡോർ മലമ്പനി മുക്ത രാജ്യമായിട്ടാണ്. മലമ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ വാതിലൊക്കെ അടച്ച് ഇരിക്കും എന്നൊക്കെ ആലോചിക്കുക. എൽ സാൽവഡോർ ഇന്നലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? ബിറ്റ്കോയിൻ അല്ലെ. ബിറ്റ്കോയിൻ ആദ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ എൽ സാൽവഡോർ ആണ്. 2021 കേരള നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ അനന്യകുമാരി അലക്സ് കേട്ടോ. അനന്യകുമാരി അലക്സ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ഗാർഹിക പീഡനം തടയുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന തപാൽ വകുപ്പുമായിട്ട് ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത്. തപാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഒരു ദൂത് പോലെ അല്ലെ, അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ഗാർഹിക പീഡനം തടയുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന തപാൽ വകുപ്പുമായിട്ട് ചേർന്ന് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏതാണ്? രക്ഷാദൂത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആണ് കേട്ടോ. ഗാന്ധി സമാധാനമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ഷെയ്ഖ് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 48ാം ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ജസ്റ്റിസ് NV രമണയാണ്. 49ാമത്തെ UU ലളിതാണ് അല്ലെ. അപ്പം 48 എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചാബി ഹൗസിലെ രമണന്റെ നമ്മുടെ ഹരിശ്രീ അശോകനല്ലേ. ഹരിശ്രീ അശോകൻ എപ്പോഴും 8ന്റെ പണിയൊക്കെ കിട്ടിയില്ലേ. അപ്പൊ അങ്ങനെ 48 8ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. 49 UU ലളിത്, മാറിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ. 2021 മാർച്ചിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് PT ഉഷയാണ്. 2021 മാർച്ചിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായിട്ടുള്ള ആരാണ്? PT ഉഷ. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിതനാകുന്നത് ബിൽ നെൽസൺ ആണ്. അപ്പൊ നാസയുടെ നല്ല ബില്ലൊക്കെ ആയിരിക്കും, നല്ല കാശൊക്കെ ആയിരിക്കും നാസയുടെ കാര്യമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ബിൽ നെൽസൺ എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്.
അടുത്ത ചോദ്യം 2021 മാർച്ചിൽ ഗ്രാമപ്രദേശങ്ങളിൽ LED ബൾബുകൾ സൗജന്യ നിരക്കിൽ ലഭ്യമാകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഗ്രാം ഉജാല. 2021 മാർച്ചിൽ ഗ്രാമപ്രദേശങ്ങളിൽ LED ബൾബുകൾ സൗജന്യ നിരക്കിൽ ലഭ്യമാകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഗ്രാം ഉജാല. അടുത്ത് നോക്കാം. 2021 മാർച്ചിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? സഞ്ജീവ് കുമാർ. 2021 മാർച്ചിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർപോർട്ടാണ് കേട്ടോ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ്. നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോണ്ടല്ലോ ബാഗും സഞ്ജീവായിട്ടൊക്കെ ഇങ്ങനെ പോവില്ലേ? സഞ്ജീവായിട്ട് പോവില്ല, എന്നാലും സഞ്ജീവ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സഞ്ജീവ് കുമാർ, സഞ്ജീവ് കുമാർ. അടുത്ത ചോദ്യം 2021 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് ഫുക്കുഷിമയിലാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ്? ഫുക്കുഷിമ. 2021 മാർച്ചിൽ കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ ആയിട്ട് ചുമതലയേറ്റത് PS ഗോപിനാഥ് ആണ്. ഓക്കെ, 2021 മാർച്ചിൽ കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ടുള്ള ഓംബുഡ്സ്മാൻ ആയിട്ട് ചുമതലയേറ്റത് PS ഗോപിനാഥ്. 2021 മാർച്ചിൽ മൃഗങ്ങൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യ ആനിമൽ ആംബുലൻസ് നെറ്റ്വർക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ AN എടുക്കാം. ആനിമൽ എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. അപ്പൊ AN വെച്ചിട്ട് ആന്ധ്രാപ്രദേശ് ആണ് ആനിമൽ ആംബുലൻസ് നെറ്റ്വർക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം. 2021 മാർച്ചിൽ പ്രതിരോധ മേഖലയിലെ വെബ്സൈറ്റ് ആയിട്ടുള്ള മിലിറ്ററി ഡയറക്ടറിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ഏതാണ്? ചൈനയാണ് കേട്ടോ. ചൈനയാണ് ഫസ്റ്റ്, സെക്കൻഡ് അമേരിക്ക, തേർഡ് റഷ്യ, നാലാമത്തെയാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യ മൊബൈൽ സ്റ്റോർ ഏതാണ്? മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ ആണ്. മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. 63ാമത്തെ ഗ്രാമി അവാർഡ്സ് ആൽബം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫോക്ലോർ ആണ്. 63ാമത്തെ ഗ്രാമി അവാർഡ്സ് ആൽബം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫോക്ലോർ. 64ാമത്തെ ആണെങ്കിൽ VR ആണ് കേട്ടോ. 64ാമത്തെ VR. അടുത്ത ക്വസ്റ്റ്യൻ 2021 ടോക്കിയോ ഒളിമ്പിക്സിന് ദേശീയ റെക്കോർഡോടുകൂടി യോഗ്യത നേടിയിട്ടുള്ള മലയാളി ലോങ് ജമ്പ് താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മുരളി ശ്രീശങ്കർ ആണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡോടുകൂടി യോഗ്യത നേടിയിട്ടുള്ള മലയാളി ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. 2021 മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ഫിൻലാൻഡ് പ്രധാനമന്ത്രി ആരാണ്? സന്ന മാരിൻ. സൺ എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. സന്ന മാരിൻ. അപ്പോൾ വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള നരേന്ദ്രമോദി വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ഫിൻലാൻഡ് പ്രധാനമന്ത്രിയാണ് സന്ന മാരിൻ. 2021 മാർച്ചിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായിട്ടുള്ളത് MA ഗണപതി. ഓക്കെ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ആണ്. സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറ്റുന്ന ദൈവം ഗണപതിയാണ് അല്ലെ. അപ്പൊ നമ്മളെങ്ങനെ സെക്യൂർ ആക്കുക? സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഓക്കെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായിട്ടുള്ളത് MA ഗണപതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള IT പാർക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചുമതലയേറ്റത് സ്നേഹിൽ കുമാർ സിംഗ് ആണ്. കേരള IT പാർക്കിന്റെ IT പാർക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സ്നേഹിൽ കുമാർ സിംഗ്. അപ്പൊ IT എന്നൊക്കെ പറയുമ്പോൾ IT ജോബ് പ്രൊഫഷൻ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഭയങ്കര സ്നേഹമായിരിക്കും ആ ഒരു പ്രൊഫഷനോട്. അപ്പൊ സ്നേഹിൽ കുമാർ സിംഗ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020-2021 സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വഴി ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യമാക്കിയുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യമാക്കിയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. നമുക്ക് തൊഴിലൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീടൊക്കെ വെക്കാൻ പറ്റും അല്ലെ. ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ഘട്ട് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഗർ എന്ന് പറയുമ്പോൾ വീട്. അപ്പൊ ഛത്തീസ്ഗഡ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിന്റർ ഒളിമ്പിക്സ് അക്കാദമി നിലവിൽ വരുന്നത് ഗുൽമാർഗിലാണ്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിന്റർ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് ഗുൽമാർഗ്. അപ്പൊ വിന്ററിലൊക്കെ സ്പോർട്സ് കളിക്കാന്ന് പറഞ്ഞാൽ അതിന് വലിയ മാർഗ്ഗമൊന്നും ഇല്ല എന്നൊക്കെ കണക്ട് ചെയ്യാം. ഫുൾ ഐസൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. ഗുൽമാർഗ് ആണ്. അടുത്ത ചോദ്യം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ 2021 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ 2021 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളുള്ള രാജ്യം ഏതാണ്? ചൈനയാണ്. 2021 മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഉത്തർപ്രദേശിലെ എയർപോർട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബറൈലി എയർപോർട്ട് ആണ് കേട്ടോ. 2021 മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഉത്തർപ്രദേശിലെ എയർപോർട്ടാണ് ബറൈലി എയർപോർട്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2021 സീസണിലെ ടൈറ്റിൽ സ്പോൺസർ ഏതാ? വിവോ മൊബൈൽസ് ആണ്. ഇപ്പോഴത്തെ ടൈറ്റിൽ സ്പോൺസർ ചോദിക്കുകയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് ആണ് കേട്ടോ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2021 സീസണിലെ ടൈറ്റിൽ സ്പോൺസർ ആണ് വിവോ മൊബൈൽസ്. 2021 മാർച്ചിൽ ഇന്ത്യയിലെ മികച്ച കായിക താരത്തിനുള്ള BBC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായിട്ടുള്ള മുൻ മലയാളി കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ് കേട്ടോ. 2021 മാർച്ചിൽ ഇന്ത്യയിലെ മികച്ച കായിക താരത്തിനുള്ള
BBC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായിട്ടുള്ള മുൻ മലയാളി കായിക താരം അഞ്ജു ബോബി ജോർജ്. പുതുതായിട്ട് സ്ഥാനമേറ്റ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുഷ്കർ സിംഗ് ധാമി. ഉത്തരം കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് പണിഷ്മെന്റ് കിട്ടും, പുഷ് കിട്ടും അല്ലെ, പുഷ്കർ സിംഗ് ധാമി. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന പൊതു ബഡ്ജറ്റിൽ ജെൻഡർ ബഡ്ജറ്റ് എന്ന ആശയം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്, ജെൻഡർ ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ ആന്ധ്രാപ്രദേശ് വെച്ചിട്ട് നേരത്തെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, എന്തായിരുന്നു? ആംബുലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ആന്ധ്രാപ്രദേശ് AN, അതായത് ആനിമൽ ആംബുലൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ജെൻഡർ ബഡ്ജറ്റ് എന്ന ആശയം ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ കേരളത്തിൽ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് തൃപ്പൂണിത്തറയിലാണ് കേട്ടോ. 2021 മാർച്ചിൽ കേരളത്തിൽ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയിലെ ഹിൽ പാലസ് ഒക്കെ ഇല്ലേ, അപ്പൊ അവിടേക്ക് ഇങ്ങനെ പാസ് ഒക്കെ ചോദിക്കില്ലേ, പാസ്, വനിതകളോട് പാസ് ചോദിക്കും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് തൃപ്പൂണിത്തറ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള അക്ഷരശ്രീ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് കേട്ടോ. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞ് എന്നുള്ള രീതിയിൽ എടുക്കാം, കുഞ്ഞിക്കൈ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഓക്കെ, 2021 അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ നടന്നിട്ടുള്ള പുരുഷ വിഭാഗം ദേശീയ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം നേടിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. 2021 മാർച്ചിൽ നടന്നിട്ടുള്ള പുരുഷ വിഭാഗം ദേശീയ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം നേടിയിട്ടുള്ള സംസ്ഥാനം ഹരിയാനയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 2021 മാർച്ചിൽ ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുള്ള 2019 സൗഹാർദ്ദ സമ്മാൻ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള മലയാളി അധ്യാപിക CJ പ്രസന്നകുമാരി കേട്ടോ. CJ പ്രസന്നകുമാരി 2021 മാർച്ചിൽ ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുള്ള 2019 സൗഹാർദ്ദ സമ്മാൻ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള മലയാളി അധ്യാപികയാണ് CJ പ്രസന്നകുമാരി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? മിതാലി രാജ് ആണ് കേട്ടോ. മിതാലി രാജ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. അടുത്ത പോയിന്റ്, 2021 മാർച്ചിൽ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതനായിട്ടുള്ളത് GP സമന്തയാണ്. ഓക്കെ, ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതനായിട്ടുള്ളത് GP സമന്ത. സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കണക്കൂട്ടലുകളൊക്കെ ഇത്തിരി മന്ദമായിട്ടൊക്കെയാണ് ചെയ്യുന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. സമന്തയാണ് കേട്ടോ, GP സമന്ത. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ കൊറിയറുകൾക്ക് മാത്രമായിട്ട് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ നിലവിൽ വന്നിട്ടുള്ള വിമാനത്താവളം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബംഗളൂരു ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ കൊറിയറുകൾക്ക് മാത്രമായിട്ട് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ നിലവിൽ വന്നിട്ടുള്ള വിമാനത്താവളം ബംഗളൂരാണ് കേട്ടോ, ബംഗളൂരു. അടുത്ത പോയിന്റ്, 2021 മാർച്ചിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? തോമസ് ബാച്ച് ആണ്. ഓക്കെ, തോമസ് ബാച്ച് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. തോമസ് ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ വീണ്ടും വന്നല്ലോ ബാക്ക് എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. അടുത്തത്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ടൂർണമെന്റുകളുടെ എല്ലാ ഫോർമാറ്റുകളിലും ഫൈനൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ടീം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ടൂർണമെന്റുകളുടെ എല്ലാ ഫോർമാറ്റുകളിലും ഫൈനൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ടീം ഏതാണ്? ഇന്ത്യ. അടുത്ത ചോദ്യം, 78ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2021 ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നൊമാഡ് ലാൻഡ് ആണ്. ഓക്കെ, നൊമാഡ് ലാൻഡ് ആണ്. 79ാമത്തെ ആണെങ്കിൽ ദ പവർ ഓഫ് ദി ഡോഗ്. ഏതാണ്? ദ പവർ ഓഫ് ദി ഡോഗ്. ഇതിന്റെയൊക്കെ ക്ലാസ് നമ്മൾ കോഡ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ഫെബ്രുവരിയിൽ റഷ്യ വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ആദ്യ ആർട്ടിക് മേഖല നിരീക്ഷണ ഉപഗ്രഹം. ആർട്ടിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമായിരിക്കും, ഏതാണ്? ആർട്ടിക് പോലെ തന്നെ ആർട്ടിക M ആണ്, ആർട്ടിക M. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ത്രിപുരയിലെ സബ്രുമിനെയും ബംഗ്ലാദേശിലെ രാംഘണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഏതാണ്? മൈത്രി സേതു അല്ലെ, മൈത്രി സേതു പാലമാണ് കേട്ടോ. അപ്പൊ ത്രിപുരയിലെ സബ്രുമിനെയും ബംഗ്ലാദേശിലെ രാംഘണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് മൈത്രി സേതു. വനിതാ ശാക്തീകരണ ലക്ഷ്യമിട്ട് റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണായ നിത അംബാനി ആരംഭിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് ഏതാണ്? ഹെർ സർക്കിൾ ആണ്, ഹെർ സർക്കിൾ. ഓക്കെ, വനിതാ ശാക്തീകരണ ലക്ഷ്യമിട്ട് റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണായ നിത അംബാനി ആരംഭിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് ഹെർ സർക്കിൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 75ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ നാഷണൽ കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ 75ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഹൈ ലെവൽ നാഷണൽ കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? നരേന്ദ്രമോദിയാണ് കേട്ടോ. 2021 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യ വേൾഡ് സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് മഞ്ചേശ്വർ ആണ്, ഭുവനേശ്വറിലെ മഞ്ചേശ്വർ.
അപ്പൊ നമുക്ക് ആദ്യ വേൾഡ് സ്കിൽ സെന്റർ ആണ്. അപ്പൊ സ്കില്ലൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹമൊക്കെ വേണം എന്ന് ആലോചിക്കാം. മഞ്ചേശ്വർ, ഈശ്വർ. ഓക്കെ, മഞ്ചേശ്വർ. അടുത്ത കോവിഡ് പ്രതിരോധ സന്നദ്ധ പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മികവിന് വനിതാ മാസികയുടെ 2020 വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് കെ ശൈലജ ടീച്ചറാണ് കേട്ടോ. ആരാണ്? കെ ശൈലജ ടീച്ചർ. ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുത്തൂർ സ്മാരക പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുത്തൂർ സ്മാരക പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി. അടുത്ത പോയിന്റ് നോക്കാം. തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്ക് എത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കുന്നതിനായിട്ട് ക്യാൻസർ റെമഡി അസിസ്റ്റന്റ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേന്ദ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രാബ് ഹൗസ് ആണ് കേട്ടോ. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ എത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കുന്നതിനായിട്ട് ക്യാൻസർ റെമഡി അസിസ്റ്റന്റ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേന്ദ്രം ഏതാണ്? ക്രാബ് ഹൗസ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിത പെരുമാറ്റച്ചട്ടം, ശുചിത്വം തുടങ്ങിയ ആശയങ്ങൾ മുൻനിർത്തി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? അങ്കച്ചൂടിനൊരു ഹരിതക്കുട. ഓർത്തു വയ്ക്കുക, അങ്കച്ചൂടിനൊരു ഹരിതക്കുട. ലോകത്തിലെ ആദ്യ പ്ലാറ്റിപ്പസ് സാങ്ച്വറി നിലവിൽ വന്നിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയയാണ്. ലോകത്തിലെ ആദ്യ പ്ലാറ്റിപ്പസ് സാങ്ച്വറി നിലവിൽ വന്നിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ. ഏതാണ്? ഓസ്ട്രേലിയ. 2021 മാർച്ചിൽ ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഇന്റർനാഷണൽ യോഗ ഫെസ്റ്റിവലിന്റെ വേദി ഋഷികേശ് ആണ്. അപ്പൊ യോഗ ഫെസ്റ്റിവലിന്റെ വേദി, യോഗ ഒക്കെ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഋഷിയൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നത് കണക്ട് ചെയ്യാം കേട്ടോ. ഋഷികേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭ ടിവിയും ലോക്സഭ ടിവിയും ലയിപ്പിച്ച് ആരംഭിച്ചിട്ടുള്ള പുതിയ ചാനൽ ഏതാണ്? സൺസത്ത് ടിവി ആണ്. ഏതാണ്? സൺസത്ത് ടിവി. രാജ്യസഭ ടിവിയും ലോക്സഭ ടിവിയും ലയിപ്പിച്ചിട്ട് ആരംഭിച്ചിട്ടുള്ള പുതിയ ചാനലാണ് സൺസത്ത് ടിവി. ഇന്ത്യയിൽ ആദ്യമായിട്ട് മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള മൃഗശാല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള മൃഗശാല ഏതാണ്? തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ മാർച്ച് മാസം, ഏപ്രിൽ മാസം 2021 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ 2021 കറണ്ട് അഫയേഴ്സ് നമ്മൾ നാളെ നോക്കും. അതോടുകൂടി നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് തീരുകയാണ് കേട്ടോ. 21 ഡേയ്സിന് മുമ്പ് തന്നെ നമ്മൾ പോർഷൻസ് കവർ ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിന്റെ പാരലൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് തീർന്നിട്ടില്ല, അതിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.